Okay, so let me connect my tab so that I can show you the presentation. Okay, I hope everybody can hear me and see my screen. So basically, I'm just displaying the PowerPoint presentation which says Lecture 7 packages. I hope everybody can see this. Okay, good. So today we are going to discuss something called as packages. Okay, now നമ്മുടെ പാക്കേജ് എന്ന് പറയുമ്പോൾ വെൻ വി കോറിലേറ്റ് വിത്ത് ദ ഫിസിക്കൽ ഫിനോമിന നമുക്കൊരു പാക്കേജ് ഡെലിവറി ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ വാട്ട് യു മീൻ ബൈ എ പാക്കേജ് പാക്കേജ് ഇറ്റ്സ് സം കൈൻഡ് ഓഫ് എ ബോക്സ് ഓർ ഒരു കൈൻഡ് ഓഫ് സംതിങ് ഈസ് പാക്ക്. ആ പാക്കറ്റിനകത്ത് എന്ത് വേണമെങ്കിൽ ആവാം. ഇറ്റ് ക്യാൻ ബി അനദർ പാക്കറ്റ് or it can be one item or it can be multiple items or it can be multiple packets. So basically what I'm saying is, let's say you have a box. Okay, now the box might have, so this box is your packet. I can name this as A. My box name is A. Okay, now in this box I can have another boxes, small boxes. Let's say 1, 2, 3. Okay, and so this may be another packet or another package, or it can be another item. Item എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആമസോണിൽ നിന്ന് കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്യാണ്. ഫോൺ ഓർഡർ ചെയ്യുന്നു, ടാബ് ഓർഡർ ചെയ്യുന്നു, ലാപ്ടോപ്പ് ഓർഡർ ചെയ്യുന്നു. അപ്പം അങ്ങനെയൊക്കെ ഈ ടാബ് ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ഓരോരോ ഐറ്റംസ് ആണ്. ഓക്കെ, ഇനി അതല്ല നിങ്ങൾ പറയാണ് എനിക്കൊരു 5 ഫോൺ ഒരുമിച്ച് വേണം, 5 ഫോൺ സെയിം ടൈപ്പ് ഫോൺ ഒരുമിച്ച് വേണമെന്ന്. സോ ദേ വിൽ പാക്ക് ഇറ്റ് ആസ് എ സിംഗിൾ പാക്കേജ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ പാക്കേജ് ആൻഡ് ഐറ്റം ഈസ് വൺ സ്പെസിഫിക് പ്രൊഡക്റ്റ്. അതാണ് ഐറ്റം. അപ്പം ഒരു പാക്കേജിനകത്ത് മൾട്ടിപ്പിൾ പാക്കേജസ് വരാം, അല്ലെങ്കിൽ ഓരോരോ ഐറ്റംസ് വരാം. ഇതാണ് ഒരു ഫിസിക്കൽ ഫിനോമിന. ഈ സെയിം രീതിയിൽ ജാവ ക്ലാസ്സിനകത്തും യു ഹാവ് എ സിമിലർ തിങ്. That you can pack different classes into something called as a package, and you can have multiple packages in a single package. Idana adinte basic correlation. Okay, so if anybody has any difficulty in seeing or hearing me, let me know. Fine, so let's move on to some of the definitions. So packages are Java's way of grouping a variety of classes or interfaces together. നമ്മൾ പാക്ക് ചെയ്യാണ്, അതായത് ക്ലാസ്സിനെയും ഇന്റർഫേസിനെയും പാക്ക് ചെയ്യുന്നു. പാക്കേജസ് ആക്ട്സ് ആസ് കണ്ടെയ്നേഴ്സ് ഫോർ ക്ലാസ്സസ്. കണ്ടെയ്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് വിച്ച് ഈസ് ഏബിൾ ടു കണ്ടെയ്ൻ അതർ തിങ്സ്, അതാണ് കണ്ടെയ്നർ. സോ പാക്കേജ് ആർ കണ്ടെയ്നേഴ്സ് ഫോർ ക്ലാസ്സസ്. Now the package achieve the following benefits. എന്തൊക്കെയാണ്? Classes contained in packages of other programs can be reused. ഓക്കെ, അപ്പം വേറൊരു നിങ്ങൾ എഴുതാത്ത ഒരു പ്രോഗ്രാമിൻ്റെ ക്ലാസ്സസ് ഒരു പാക്കേജിനകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാമിനകത്ത് അത് യൂസ് ചെയ്യാം. പാക്കേജ് യൂസ് ചെയ്യാം, പാക്കേജ് അകത്തെ ക്ലാസ്സസും യൂസ് ചെയ്യാം. ഇൻ പാക്കേജസ് ക്ലാസ്സസ് ക്യാൻ ബി യുണീക്ക് കമ്പയർഡ് വിത്ത് ദ ക്ലാസ്സസ് ഇൻ അതർ പാക്കേജസ്. ദാറ്റ് ഈസ് 2 class name in 2 different packages can have the same name. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഇപ്പോൾ എൻ്റെ 2 പാക്കേജ് ഉണ്ട്. ലെറ്റ്സ് സേ മൈ പാക്കേജ് ഈസ് എ ആൻഡ് അതർ പാക്കേജ് ഈസ് ബി. ഓക്കെ, 2 പാക്കേജിലും എനിക്ക് സെയിം ക്ലാസ് നെയിം ഉണ്ട്. ഫോർ എക്സാമ്പിൾ മൈ ക്ലാസ് പാക്കേജ് എയ്ക്കകത്തുണ്ട്, മൈ ക്ലാസ് പാക്കേജ് ബിക്കകത്തുണ്ട്. നിങ്ങളുടെ പ്രോഗ്രാമിൽ ഒരു കോഡ് എഴുതുകയാണ്. ഈ കോഡിനകത്ത് എനിക്ക് രണ്ടും ഉപയോഗിക്കണം, 2 മൈ ക്ലാസ് ഉപയോഗിക്കണം. പാക്കേജിനകത്തല്ലെങ്കിൽ ഇറ്റ് വിൽ ഷോ എൻ എറർ. പാക്കേജിനകത്താണെങ്കിൽ യു ക്യാൻ യൂസ് ദ പാക്കേജ് നെയിം ടു ആക്സസ് the different class with the same name.
Okay, so that is one of the advantage of package. Now, packages provide a way to hide classes, thus preventing other programs or packages from accessing classes that are meant for internal use only. ചില പാക്കേജിനകത്ത് നമ്മൾ ക്ലാസ് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു പ്രോഗ്രാം പുറമേ നിന്നുള്ള പ്രോഗ്രാമിനെ ആക്സസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എഴുതുന്നതായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ പാക്കേജ് വിൽ ഹൈഡ് ഇറ്റ്. പാക്കേജ് ഓൾസോ പ്രൊവൈഡ് എ വേ ഓഫ് സെപ്പറേറ്റിംഗ് ഡിസൈൻ ആൻഡ് കോഡിംഗ്. ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ ടെർമിനോളജി, ഡിസൈൻ ആൻഡ് കോഡിംഗ്. അപ്പം നമ്മളൊരു പ്രോഗ്രാം എഴുതുന്നതിന് മുമ്പ് യു വിൽ ഹാവ് സംതിങ് കോൾഡ് ദ ഡിസൈൻ ഓഫ് ദ പ്രോഗ്രാം. അപ്പോൾ ആ ഡിസൈൻ ഓഫ് ദ പ്രോഗ്രാമും കോഡിങ്ങും തമ്മിൽ വേർപ്പെടുത്താൻ വേണ്ടി പാക്കേജ് യൂസ് ചെയ്യും. ക്ലാസിഫിക്കേഷൻ. പാക്കേജസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ബിൽഡ് ഇൻ, വിച്ച് മീൻസ് ജാവ ഓൾറെഡി ഹാസ് ദിസ് പാക്കേജ്. ദർ ഇസ് another called as user defined, where a programmer can define a package. ഇങ്ങനെ രണ്ടായിട്ട് it is separated. Built-in packages, if you look, so ഇത് ജാവ ലാംഗ്വേജിനകത്ത് they have already defined this package. The packages are lang, util, io, awt, net and applet. ഇത് കൂടാതെ multiple other packages ഉണ്ട്, but mostly we use these packages. So we'll see what each contains. ഇപ്പോൾ lang എന്ന് പറയുന്ന പാക്കേജിനകത്ത് ബൈ ഡിഫോൾട്ട് ജാവ പ്രോഗ്രാമിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് lang എന്ന് പറയുന്ന പാക്കേജ്. ഇത് ഈസ് ഓട്ടോമാറ്റിക്കലി ഇമ്പോർട്ടൻറ്റ്. It contains all the primitive data types, math operations. ഇതാണ് രണ്ടാണ്. IO പാക്കേജിനകത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്. നിങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാമിലേക്ക് യൂസർ ഇൻപുട്ട് ചെയ്യുന്നതോ യൂസറിന് കാണാൻ പറ്റുന്നോ കാര്യങ്ങൾ IO പാക്കേജിനകത്താണ്. യൂട്ടിൽ പാക്കേജിനകത്താണ് സം സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ജാവ കോൾഡ് ലിങ്ക് ലിസ്റ്റ്, ഡിക്ഷണറി, സപ്പോർട്ട് ഫോർ ഡേറ്റ ടൈപ്പ്. ആപ്ലെറ്റ് ഈസ് ഓൾമോസ്റ്റ് ഒബ്സലീറ്റ് പാക്കേജ് എന്ന് വെച്ചാൽ ഇപ്പം അധികം ആരും ഉപയോഗിക്കുന്നില്ല. അത് ക്രിയേറ്റിംഗ് ആപ്ലെറ്റ്സിന് വേണ്ടിയിട്ടാണ്. AWT package is for graphical user interface like button, menu, etc. Net package is for networking operations, TCP/IP, അങ്ങനത്തെ ഉള്ള സോക്കറ്റ് ക്രിയേഷൻ, UDP അങ്ങനെ പ്രോട്ടോകോൾസിന് വേണ്ടിയിട്ടാണ് നെറ്റ് പാക്കേജ് യൂസ് ചെയ്യുന്നത്. Now if you look at the hierarchy എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിനകത്ത് നമ്മൾ പാക്കേജ് എങ്ങനെ എഴുതും. അപ്പം ഏറ്റവും പുറത്തുള്ളത് ജാവ പാക്കേജാണ്. ഓക്കെ, ഈ ജാവ പാക്കേജിനകത്ത് നമുക്കൊരു സബ് പാക്കേജ് പറ്റും. Okay, ഈ സബ് പാക്കേജിനകത്ത് വിൽ ഹാവ് ഡിഫറെൻറ്റ് ക്ലാസ്സസ്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ജാവ എന്ന് പറയുന്ന പാക്കേജ് ഉണ്ട്. ആ പാക്കേജിനകത്ത് AWT എന്ന് പറയുന്ന പാക്കേജ് ഉണ്ട്. ആ പാക്കേജിനകത്ത് വി ഹാവ് ഡിഫൈൻഡ് ക്ലാസ്സസ് കോൾഡ് ആസ് കളർ, ഗ്രാഫിക്സ്, എക്സെട്ര എക്സെട്ര അപ് ടു ഇമേജ്. അപ്പോൾ ഒരു പാക്കേജിനകത്ത് വൺ പാക്കേജ് പർട്ടിക്കുലർലി മീൻസ് യു ഹാവ് മൾട്ടിപ്പിൾ ക്ലാസ്സസ് ഇൻസൈഡ് ദാറ്റ് പാക്കേജ്. And you can use each of this class accessing that package. നമുക്കൊരു ചെറിയ എക്സാമ്പിൾ കാണാം. So this program basically calculates the square root of a number. Okay, so whenever you want to add a package to your program, so your usual program is up to this much, but whenever you want to add something extra from a different package, you have a keyword called as import. So let's say I want to import a package which has a class which has a method which can find the square root of a number. അപ്പോൾ ആ പാക്കേജ് ഉള്ളത് മാത്ത് എന്ന് പറയുന്ന ക്ലാസ്സിനകത്താണ്. സോറി, ആ മെത്തേഡ് ഉള്ളത് മാത്ത് എന്ന് പറയുന്ന ക്ലാസ്സിനകത്താണ്. മാത്ത് ഉള്ളത് ലാങ് പാക്കേജിനകത്താണ്. ആൻഡ് ലാങ് ഈസ് ഇൻ ജാവ. ഓക്കെ, സോ യു ഇമ്പോർട്ട് ദിസ് ക്ലാസ് ഫ്രം ദ ലാങ് പാക്കേജ്. സോ യു ഹാവ് ടു യൂസ് ഇമ്പോർട്ട് കീവേഡ്. So the math is the class. Math is the class. Sub package is lang is present in the package Java. Okay. So you say import java.lang.math. Then when you use a method of that class, sqrt എന്ന് പറയുന്ന മെത്തേഡ് math package നകത്താണ്, math class നകത്താണ്. So you say math.sqrt of a. So basically sqrt is a static function inside the math class. You can directly use without creating an object math.sqrt of a. A ആയിട്ട് എയുടെ വാല്യൂ എന്താണോ ആ വാല്യൂവിൻ്റെ സ്ക്വയർ റൂട്ട് വാല്യൂ ആയിരിക്കും ബിയിലേക്ക് വരുന്നത്. And then you print the value b. Okay, so that is basically the example. Now there are some naming conventions. എങ്ങനെ പാക്കേജ്
ഡിഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും പാക്കേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ, വെൻ യു ഇമ്പോർട്ട്, യു സേ ഇമ്പോർട്ട്, ദെൻ യു സേ ദ മെയിൻ പാക്കേജ് നെയിം. ഫോർ എക്സാമ്പിൾ ജാവ, ഇതാണ് ടോപ്പ് മോസ്റ്റ് പാക്കേജ്. ആ പാക്കേജിനകത്തുള്ളത് വേറൊരു പാക്കേജ് ഉണ്ടാവും, ലാങ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാക്കേജ്. സോ യു സേ സബ് പാക്കേജ് നെയിം 1. നൗ ഈ പാക്കേജിനകത്ത്, ലാങ് പാക്കേജിനകത്ത് വേറെ പാക്കേജസ് വരാം. അങ്ങനെയാണെങ്കിൽ ഡോട്ട് ആ പാക്കേജിന്റെ പേര്. അങ്ങനെ എത്രത്തോളം പാക്കേജ് വരാമോ അത്രത്തോളം ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കാം. അവസാനം ഏത് പാക്കേജിനകത്താണോ ക്ലാസ് ഉള്ളത്, ഡോട്ട് ആ ക്ലാസിന്റെ പേര്. ഫോർ എക്സാമ്പിൾ മാത്ത് എന്ന് പറയുന്നതാണ് നമ്മുടെ ക്ലാസ്. ഇനി ആ മാത്ത് ക്ലാസ്സിനകത്ത് ഒരു മെത്തേഡ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ SQRT, അല്ലെങ്കിൽ ആഡ് ഓപ്പറേഷന് വേണ്ടിയിട്ട്, ആഡ് എഡീഷന് വേണ്ടിയിട്ട് മെത്തേഡ്, അല്ലെങ്കിൽ പവർ കാണാൻ വേണ്ടി മെത്തേഡ്. മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഫംഗ്ഷൻ. ഇപ്പോൾ ഡോട്ട് ആ ഫംഗ്ഷന്റെ പേര്, അല്ലെങ്കിൽ ആ മെത്തേഡിന്റെ പേര്. ഇതാണ് ആ നെയിമിംഗ് കൺവേർഷൻ. ഈ ഒരു ചെറിയ ചേഞ്ച് കൂടെ വരുത്താം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലാങ് പാക്കേജിനകത്തുള്ള എല്ലാ ക്ലാസ്സസും എനിക്ക് എൻ്റെ കോഡിനകത്ത് വരണം. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഡയറക്റ്റ്ലി റൈറ്റ് java.lang.math.star. സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ട് എവരിത്തിങ്, എവരി മെത്തേഡ് ആഫ്റ്റർ, or import everything which is inside that class or package. For example, java.lang.star means import all the classes inside lang. Or you can say java.star means import all the sub packages inside Java. But don't do this way, because it will import all the sub packages, which will create a lot of problems in your program. You usually do sub package dot star, which means you import all the classes. Okay, you don't want to specify that you need to import this particular class. This particular class import specify cheyanda avashyamilla. Next, we can do something called as a user defined package. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടേതായ പാക്കേജ് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അത് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, യു ക്രിയേറ്റ് എ ഡയറക്ടറി വിത്ത് എ പാക്കേജ് നെയിം. എക്സാമ്പിൾ, if your package name is my package, so you create a folder whose name is my package name. So എൻ്റെ പാക്കേജിന്റെ പേരാണ് my package. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നിങ്ങളുടെ പേര് വെച്ചിട്ട് നിങ്ങൾ പാക്കേജ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ പാക്കേജിന്റെ പേര് കൊടുക്കാം. Then create the class inside the directory with the first statement being package name. ഇതിനകത്ത്, ഈ ഫോൾഡറിനകത്ത് you create a class. ഓക്കെ, ഈ ക്ലാസിന്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്, അപ്പം ബേസിക്കലി ഇതൊരു ഫയലാണ്. ഈ ഫയലിനകത്ത് ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് പാക്കേജ് മൈ പാക്കേജ് ആയിരിക്കണം. ദെൻ സേവ് ദ ഫയൽ വിത്ത് ദ ക്ലാസ് നെയിം ഇൻസൈഡ് ദ പാക്കേജ് ഡയറക്ടറി. ഈ പാക്കേജ് ഡയറക്ടറിക്കകത്ത് ആ ഫയൽ സേവ് ചെയ്യാം. എക്സാമ്പിൾ, പാക്കേജ് ഈസ് എ കീവേഡ് and you say my package. So this is the name of the package that you are going to create. അതായത് നിങ്ങളാണ് ആ പാക്കേജ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതാണ് നിങ്ങളുടെ സാധാരണ കോഡ്. ഈ കോഡിന് മുമ്പ് ഇപ്പം മൈ ക്ലാസ് ഡോട്ട് ജാവ എന്ന ഫയലായിട്ടാണ് നിങ്ങൾ സേവ് ചെയ്യുന്നത്. അപ്പം ഈ ക്ലാസ് ഡെഫിനിഷന് മുമ്പ്, ദാറ്റ് ഈസ് ബിഫോർ ദിസ് സ്റ്റേറ്റ്മെന്റ്, യു ഡിഫൈൻ പാക്കേജ് മൈ പാക്കേജ്. അങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക്കലി യു ആർ ക്രിയേറ്റിംഗ് എ ന്യൂ പാക്കേജ് വിച്ച് ഹാസ് my class as one of its members. Okay, so and you save that file as myclass.java. So you have created a new package called as my package. Inside my package there is a class called as my class, and save the file as myclass.java in the my package directory. This is important. Same directory kagathu thanne idu cheyan. Now let's say I want to use this. ഈ ക്ലാസ്, ഈ പാക്കേജിനകത്തുള്ള ഈ ക്ലാസ് എനിക്ക് യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു, മെയിൻ മെത്തേഡ് ഡോട്ട് ജാവ. ദാറ്റ് ഈസ് ടോട്ടലി ഇൻഡിപെൻഡന്റ് ഫയൽ. ഇത് രണ്ട് ഫയലാണ്, 2 files. ഓക്കെ, സോ ഫസ്റ്റ് യു വാണ്ട് ടു ഡു ഇസ് യു ഇമ്പോർട്ട് ദ പാക്കേജ്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാക്കേജ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യണം. സോ ഇമ്പോർട്ട് മൈ പാക്കേജ് ഡോട്ട് മൈ ക്ലാസ്. അപ്പോൾ എൻ്റെ ക്ലാസ്, ഈ മൈ പാക്കേജിലുള്ള മൈ ക്ലാസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടായി. ആൻഡ് ദെൻ യു ക്യാൻ റൈറ്റ് യുവർ പ്രോഗ്രാം, യു ക്യാൻ ക്രിയേറ്റ് ദ ഒബ്ജക്റ്റ് ഓഫ് യുവർ ക്ലാസ്, ആൻഡ് ദെൻ യു ക്യാൻ യൂസ് ദ മെത്തേഡ് ഇൻസൈഡ് ദ ക്ലാസ്. സോ ഗെറ്റ് നെയിംസ് എന്ന് പറയുന്നത് എൻ്റെ മൈ ക്ലാസ്സിനകത്തുള്ളൊരു മെത്തേഡ് നെയിമാണ്. ഓക്കെ, സോ യു ക്യാൻ ഇമ്പോർട്ട് ദ പാക്കേജ്, import the class using the package, use the methods inside that class using
after creating the object of the class. Okay, so this is how you create a new package and how you are using the method. Now, you can also add a class to an existing package. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഓൾറെഡി ഒരു പാക്കേജ് ഉണ്ട്, ആരോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാക്കേജ് ഉണ്ട്, ആ പാക്കേജിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പാക്കേജും ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പാക്കേജ് P1 എന്ന് പറയുന്നത് somebody has created. Now you want to add your class to this package. So what you want to do is you define a class and make it public. The class define ചെയ്യാം, public ആക്കുക. Place the package statement package P1 before the class definition. So പഴയ പാക്കേജിന്റെ പേരാണ് പാക്കേജ് P1. നിങ്ങൾ നിങ്ങളുടെ പുതിയ ക്ലാസ് ബി ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് യു put this statement package P1 and define the class. Okay, then store the package under P1 directory. അപ്പോൾ ഈ P1 എന്ന് പറയുന്നത് it will be under a directory called as P1. Okay, ഒരു ഡയറക്ടറിക്ക് അകത്തായിരിക്കും, ഡയറക്ടറി എന്ന് പറഞ്ഞാൽ ഫോൾഡറിനകത്തായിരിക്കും P1. ആ P1 ഇതിനകത്ത് ഈ ക്ലാസ് ഫയൽ b.java സേവ് ചെയ്യാം. ഓക്കെ, ആൻഡ് you compile b.java, and this will create b.class and place it in the same directory. So P1 അകത്ത് ഇപ്പം b.java ഫയൽ ഉണ്ട്, അത് കമ്പയർ ചെയ്ത് കഴിയുമ്പം b.class ഫയൽ കിട്ടും. ഈ രണ്ട് ഫയൽസും ഈ ഡയറക്ടറിക്കകത്ത് തന്നെ സേവ് ചെയ്യുക. ഈ ഡയറക്ടറിക്കകത്താണ് നമ്മുടെ ഈ ഫയൽ a.class അല്ലെങ്കിൽ a.java. ഈ രണ്ട് ഫയലും, ഈ 4 ഫയലും ബേസിക്കലി P1 ഡയറക്ടറിക്കകത്ത് വരും. So that you can add the package. ഇനി there is something called as static import. അതായത് നിങ്ങൾക്ക് സ്റ്റാറ്റിക് ഇമ്പോർട്ട് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. സ്റ്റാറ്റിക് ഇമ്പോർട്ട് ഫീച്ചർ ഓഫ് ജാവ ഫെസിലിറ്റേറ്റ് ജാവ പ്രോഗ്രാമർ ടു ആക്സസ് എനി സ്റ്റാറ്റിക് മെമ്പർ ഓഫ് എ ക്ലാസ് ഡയറക്ട്ലി. നമ്മൾ നേരത്തെ കണ്ടതാണ് സ്റ്റാറ്റിക് മെമ്പർ എന്താണെന്ന് കണ്ടതാണ്. സ്റ്റാറ്റിക് മെമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ നമുക്ക് ഒരു ക്ലാസിന്റെ വേരിയബിളോ മെത്തേഡോ ആക്സസ് ചെയ്യാൻ പറ്റും ഡയറക്ട്ലി യൂസിങ് ദ ക്ലാസ് നെയിം. അതാണ് സ്റ്റാറ്റിക്. ആ സ്റ്റാറ്റിക് മെമ്പറിനെ നമുക്ക് ഡയറക്ട്ലി ആക്സസ് ചെയ്യാം. So there is no need to qualify it by the class name. Okay, so advantage എന്ന് പറഞ്ഞാൽ less coding. Disadvantage എന്ന് പറഞ്ഞാൽ overuse of this makes the program unreadable, unmaintainable. Okay, so this is a disadvantage. Now the import provides accessibility to classes and interface, whereas static import provides accessibility to static member of the class. അതായത് ഒരു ക്ലാസ്സിനകത്തെ സ്റ്റാറ്റിക് മെമ്പറിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റാറ്റിക് ഇമ്പോർട്ട്. വിൽ സീ an example. So let's say so the keyword is like this. You say import, then you give the keyword static, and then you mention which package you want to import. Okay, so here if you see, normally when you want to print something, you say system.out.println. The static import ആകുമ്പോൾ you can directly say out.println. Okay, so you don't need to specify system.out. So out is basically a static member inside the class system. So അതുകൊണ്ടാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. സ്റ്റാറ്റിക് മെമ്പർ അല്ലായിരുന്നെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഓക്കെ, സോ പാക്കേജ് ഭയങ്കര സ്മോൾ ടോപ്പിക് ആണ്. സോ ഇറ്റ് ഈസ് വെരി ഈസി ഓൾസോ, ബട്ട് മേക്ക് ഷുവർ യു ലേൺ ഓൾ ദീസ് തിങ്സ്, ബിക്കോസ് ഇതെല്ലാം ഒരു തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ബേസിസിൽ ഇഷ്ടംപോലെ ചോദിക്കാവുന്ന കാര്യങ്ങളാണ്. ആൻഡ് ഐ ഹാവ് ഓൾസോ ലിസ്റ്റഡ് സം ഓഫ് ക്വസ്റ്റ്യൻസ് ഫോർ യു. So make sure you answer these questions and in your notebook and submit it to me once you come back. Okay, so we'll move to the next topic. So before moving, I want everybody to give a present attendance now. So just say present, and yeah, I think that will. So make sure you give present within next 1 minute. ഇന്ന്
രണ്ടുപേരുടെ ബർത്ത്ഡേ ഉണ്ടല്ലോ, 2 ബർത്ത്ഡേ ബോയ്സ്, അശ്വന്തും മുസമ്മിലും. രണ്ടുപേരും ഉണ്ടോ എന്ന് അറിയില്ല. സോ ഉണ്ടെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ. Okay. So we'll have one more topic to cover before we end the class. സോ ഇന്നത്തെ അറ്റൻഡൻസ് ഇതായിരിക്കും. നിങ്ങളിപ്പം ലോഗിൻ ചെയ്ത് നിങ്ങളിപ്പം ചെയ്ത അറ്റൻഡൻസ് ആയിരിക്കും ഐ വിൽ ബി കൺസിഡറിങ്. ഓക്കെ. സോ ടിൽ നൗ, സോ 1 മിനിറ്റ് ആയി. സോ വാട്ട് എവർ ഇസ് given present now will be considered. So let's continue, and so this time we will be looking at a new topic, which is called as exceptions. So let me just connect it again. Okay, so we will cover this topic, and this is regarding exception handling. Okay, so exception handling means that if you encounter some unintended things, for example division by 0, അങ്ങനെ കേസ് വന്നു കഴിഞ്ഞാൽ യു ഡോണ്ട് നോ വാട്ട് ദ സിസ്റ്റം ഇസ് ഗോയിങ് ടു ഡു, അതൊരു എക്സെപ്ഷൻ ആണ്. അപ്പം അത് നിങ്ങളുടെ പ്രോഗ്രാമിൽ എപ്പോഴും വേണമെങ്കിൽ കടന്നു വരാം. അപ്പം അങ്ങനെ എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഹൗ വിൽ യു ഹാൻഡിൽ ദിസ്? അപ്പം അതിന് ജാവയുടെ ആയ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ബ്ലോക്സ് they have defined so that we can handle these kinds of exceptions. Okay, so before going to exceptions, let me give a brief idea of the different kinds of errors that can occur. So there are two types of errors mainly. First time is called as compile time errors. Okay, for example ningada semicolon vittu poi javayil, that is called as a compile time error. ennu vechal java code compile ചെയ്യുമ്പോൾ the syntax errors that are detected and displayed by Java compiler during compilation എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോഡ് റൺ ചെയ്യുന്നതിന് മുമ്പ് കമ്പൈൽ ചെയ്യുമ്പോൾ, ഇപ്പോൾ C++ലാണെങ്കിൽ when you click the build button you might see so many errors. That is called as a build error or compile time error. These are called as compile time errors. Example, so
ഈ ഒരു എക്സാമ്പിളിനകത്ത് you see that there is no semicolon here. ഒരു semicolon വേണം. So this will be automatically detected by the Java compiler, okay, before running the code. That is called as a compile time error. Now, different compile time errors ഇതാണ്. Semicolon missing ആവാം, brackets missing ആവാം, misspelling, identifiersന്റെ keywordsന്റെ spelling ഒക്കെ miss ആവാം. For example, system dot out എന്ന് പറയുന്നതിൽ ചിലപ്പോൾ നിങ്ങൾ എസ് എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ എഴുതാം. So that is a misspelling. System dot out dot എന്ന് പറയുമ്പോൾ എഴുതുമ്പോൾ that is a misspelling. So that can be another. Another is missing double quotes in string. ഇപ്പം നമ്മളൊരു സ്ട്രിങ് ഡിഫൈൻ ചെയ്യാണ്. സ്ട്രിങ് നെയിം ഈസ് ഈക്വൽ ടു ശരിക്കും ഡബിൾ കോട്ട്സിനകത്ത് യു ഷുഡ് ഗിവ് ദ നെയിം. ഇഫ് യു മിസ് ദിസ് ഡബിൾ കോട്ട്സ് then it is another. Use of undeclared variables. We have seen already that whenever you use a variable, it should be declared it before its usage, or at least at the time of its usage. അങ്ങനെ ചെയ്തില്ലെങ്കിൽ it will cause an error. Incompatible types in assignments and initialization. അതായത് ഫോർ എക്സാമ്പിൾ യു ആർ അസൈനിങ് നമ്മൾ ഇൻഡ് എ ഈസ് ഈക്വൽ ടു 10 ഇത് ഡിഫൈൻ ചെയ്തു. ഐ സേ ഫ്ലോട്ട് ബി, then I assign a, sorry, and b is equal to 3.14 assume. Then I say b is equal to a. Now a is actually int and b is actually float. Sorry, you can do the other way. A is equal to b. So b is actually float and a is actually int. Now this will cause an error because these are two different types, int and float. Now there is another type of error called as bad reference to objects. Objects pass ചെയ്യുമ്പോൾ reference correct അല്ല. You say equal to in place of double equal to. If condition അകത്ത് when you are comparing two values, you say if a double equal to b. Okay, if you say if a single equal to b, there is a problem because this is an assignment statement. So these are all compile time errors. Java program will automatically detect these errors and tell you. Okay. Now then there is something called as a runtime error. Runtime error compiler will not be able to catch. Okay, so when you run the program, then only you know that this error has occurred. Okay, so it will compile successfully but may not run properly. This might be the error which everybody, or this is the worst error that can ever occur. നിങ്ങൾ വലിയൊരു കോഡ് 14 ലൈൻ കോഡ് എഴുതിയിട്ട് അവസാനം അത് കറക്റ്റ് ആയിട്ട് കമ്പൈൽ ആവുന്നുണ്ട്, പക്ഷെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിൽ ലോജിക്കലായിട്ട് എവിടെയോ എറർ ഉണ്ട്. അപ്പോൾ ആ എറർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹെർക്കുലിയൻ ടാസ്ക്. സോ സച്ച് പ്രോഗ്രാംസ് മേ പ്രൊഡ്യൂസ് എ റോങ് റിസൾട്ട്സ് ഡ്യൂ ടു റോങ് ലോജിക് ഓർ ടെർമിനേറ്റ് ഡ്യൂ ടു എറർ സച്ച് ആസ് സ്റ്റാക്ക് ഓവർഫ്ലോ. സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ all programs have assigned a limited amount of memory. A memory കൂടുതൽ ആ program യൂസ് ചെയ്ത് കഴിഞ്ഞാൽ it will cause something called as an overflow of memory. That is called as stack overflow. Okay. Now, common runtime errors. Divide integer by 0. This is the most common runtime error. You cannot divide any number by a 0. Okay. So that, for example, you might have declared two variables int a comma b. Then you say a is equal to b, then this might be in a loop, or let's say a equal to 1, this might be in a loop, and say int c is equal to b by a, then you subtract a by 1, then you keep on looping. So let's say b is equal to 10. Now you keep on looping. Now you know that after the first iteration this will become 0 and there is a division by 0 which will cause a problem. It's divided by 0. The next thing is accessing an integer out of bounds of an array. So we have already seen array in C++. Same thing is there in Java also. So array is a continuous memory location. Okay, if I say int a of 5 means there's a memory location of 1, 2, 3, 4. So there is memory location of 5 elements. Now when I try to access a of 7 is equal to 10, this is wrong because we only have a memory location of 5 elements and this is out of bounds. This is called as array out of bounds error. അതായത് array നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇപ്പോൾ 5 ലൊക്കേഷൻ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യും, പക്ഷെ നമ്മൾ 6ാമത്തെ ലൊക്കേഷനിലേക്ക് അല്ലെങ്കിൽ 7ാമത്തെയോ അതിൽ കൂടുതലുള്ള ലൊക്കേഷനിലേക്ക് ഉള്ള വാല്യൂ ആക്സസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് ആസ് array out of bounds.
Trying to store a value into an array of incompatible class or type. അതായത് നമ്മൾ ഇൻ്റെ അറേ ഡിക്ലെയർ ചെയ്തിട്ട് ഫ്ലോട്ട് വാല്യൂ ചെയ്യും. സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ. Try to cast an instance of a class to one of its subclasses. ഓക്കെ, അതായത് നമുക്ക് വേണമെങ്കിൽ ക്ലാസ്സസ് കാസ്റ്റ് ചെയ്യാം. ക്ലാസ് കാസ്റ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഷുഡ് ബി ഓഫ് സെയിം ടൈപ്പ്. സബ് ക്ലാസ് വെച്ച് കാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. Trying to illegally change the state of a thread. That we will explain. Attempting to use negative size of an array. So array size either should be 1, 2, 3 or 5, 4, 5, 6. It's an integer value. A size cannot be a negative value. So you are trying to access an array or trying to give an array of size negative. For example, you declare an array in the array of -10. This is not, it is illogical. You cannot define an array of size negative. Converting string to a number. Invalid string to a number. String number convert ചെയ്യാം. For example, നമ്മളൊരു string ആയിട്ട് 10 എന്ന് പറയുന്നത്. Now you can convert it to a number which gives you 10. This is a number, this is a string. But what about if you have a dollar string? What will be the number part? You cannot convert it to a number. So that is another exception. Accessing a character that is out of bounds of a string. Same string. എൻ്റെ പേര് ജിനു എന്ന് പറയുന്ന string ആണ്. Okay. Now string, how many are there? How many letters? 1, 2, 3, 4. There are 4 letters. Maybe an end of string undava. Now you are trying to access the 10th element of this string, which is not possible because already only 4 letters are there. So that is the character that is out of bounds of a string. Exception handling. An exception is unwanted event that interrupts the normal flow of the program, mainly caused by runtime error. അതായത് നമുക്ക് ആഗ്രഹമില്ലാത്ത, നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു എറർ ആ ഒരു പ്രോഗ്രാമിൽ നിന്ന് പോപ്പ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഇൻറപ്റ്റ് ദ നോർമൽ ഫ്ലോ ഓഫ് ദ പ്രോഗ്രാം. നമുക്ക് വേണ്ടത് ആ പ്രോഗ്രാം ഇത്ര സമയത്തോടെ റൺ ചെയ്ത് ഇത് ഔട്ട്പുട്ട് തരണം എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ ഒരു അൺവാണ്ടഡ് ഇവന്റ് വരുവാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് ആൻ എക്സെപ്ഷൻ. എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാൻ ഇതാണ് സ്റ്റെപ്സ്. യു ഫൈൻഡ് ദ പ്രോബ്ലം, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഹിറ്റ് ദ എക്സെപ്ഷൻ. ഇൻഫോം ദ എറർ to the program, that is called as throw the exception. Receive the error, that is called as catch the exception. And take corrective action, that is called as handle the exception. This is step. Find the problem means hit. Inform the error means throw. Receive the error means catch. Take corrective actions means handle. ഇത്രയും മെക്കാനിസം ആണ് എക്സെപ്ഷൻ ഹാൻഡിലിന് ഉള്ളത്. സോ എററും എക്സെപ്ഷനും തമ്മിൽ there are some differences. Error ആണെങ്കിൽ you cannot recover, but exception ആണെങ്കിൽ you can recover. Errors unchecked ആണ്. We'll see what unchecked. Exceptions can be checked or unchecked. Error run time ൽ വരാം. Exceptions compile time or run time വരാം. So error is caused by application running environment. It's caused by application itself. Application running environment എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ റൺ ചെയ്യുന്നത് ചിലപ്പോൾ അത് കാരണം, ചിലപ്പോൾ റോങ് ഇൻപുട്ട് കാരണം വരാം. അതൊക്കെയാണ് എറേഴ്സ്. എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷൻ അകത്തുള്ള പ്രോബ്ലം കാരണമാണ് പോയത്. ഇനി കോമൺ ജാവ എക്സെപ്ഷൻസ്, അരിത്തമെറ്റിക് എക്സെപ്ഷൻ, ഇതൊക്കെ ബേസിക്കലി ഡിഫൈൻഡ് ഇൻ ജാവയാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഡിവൈഡ് ബൈ 0. ഇതാണ് എക്സാമ്പിൾ ഓഫ് എ അരിത്തമെറ്റിക് ജാവ എക്സെപ്ഷൻ, ഡിവൈഡ് ബൈ 0. അതായത് നമുക്ക് ആഗ്രഹമില്ലാത്ത അരിത്തമെറ്റിക് ഓപ്പറേഷൻ കാരണം വരുന്ന എക്സെപ്ഷൻ. അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ്, ഇത് നേരത്തെ പറഞ്ഞ പോലെ when you are trying to index an array which is larger than its size, array index. Class not found exception. നമ്മുടെ പ്രോഗ്രാമിനകത്ത് you might have declared so many of classes. Now assume that you are trying to access a class which is not at all defined in your program. That is class not found. File not found exception. ജാവയ്ക്കകത്ത് വെച്ചിട്ട് you can write a program in which you can read a file, text file or excel file ഒക്കെ റീഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഫയൽ അവിടെ ഇല്ലെങ്കിൽ അതൊരു എക്സെപ്ഷനാണ്. IO എക്സെപ്ഷൻ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മോണിറ്റർ അല്ലെങ്കിൽ കൺസോളിലേക്ക് യു ക്യാൻ ഫ്രം ജാവ പ്രോഗ്രാം യു ക്യാൻ റൈറ്റ് ഓർ യു ക്യാൻ ഗീവ് എൻ ഇൻപുട്ട് ആൻഡ് യു ക്യാൻ ടേക്ക് ദ ഇൻപുട്ട് ഫ്രം ദ ജാവ പ്രോഗ്രാം. അപ്പോൾ അങ്ങനെ ഒരു കേസ് പറ്റിയില്ലെങ്കിൽ ദാറ്റ് ഇസ് IO എക്സെപ്ഷൻ. Interrupted exception, that is mostly related to thread. Okay, so we see this thread separately in the next class. No such field exception. അതായത് നമ്മുടെ ക്ലാസ്സിനകത്ത് നമ്മൾ മെത്തേഡും ഡാറ്റയൊക്കെ ഡിഫൈൻ ചെയ്യും. ഇനി ക്ലാസ് ഉണ്ട്, പക്ഷെ നമ്മൾ ക്ലാസ്സിനകത്തെ മെത്തേഡും ഡാറ്റയും ആക്സസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ദ, അത് ഡിഫൈൻ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ യു സീ നോ സച്ച് ഫീൽഡ് എക്സെപ്ഷൻ.
So there are two types of exception. One is called as checked exception, and another is called as unchecked exception. Checked exception occurs at compile time. So if some codes within a method throws a checked exception, then the method must either handle the exception or it must specify the exception using throws keyword. അപ്പം ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ചെക്ക്ഡ് എക്സെപ്ഷൻ ത്രോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ it has hit an exception. ഒരു എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ it should specify the exception. Unchecked exception occurs at the time of execution, mostly at runtime. They are also called as a runtime exception. It is up to the programmer to specify or catch the exception. We'll see each. കുറച്ച് കീവേഡ് ആണ് try, catch, finally, throw, throws. So you can read through it. I'll explain by example. So when you write a program to handle an exception, what you do is you have a block called as try block. Syntax again, try in curly braces, whatever you want to write. And so try block nagathu irunna code ennu paranju kanyal the code that you might have an intuition that this might throw an exception. അതായത് ഏതെങ്കിലും ഒരു കോഡ് ഭാഗം നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് ചിലപ്പം ഇതിനകത്തൊരു എക്സെപ്ഷൻ വരാം, അതായത് ഡിവൈഡ് ബൈ 0 വരാം എന്ന് തോന്നുകയാണെങ്കിൽ ആ കോഡായിരിക്കും ട്രൈ ബ്ലോക്കിനകത്ത് എഴുതുന്നത്. ഓക്കെ, നൗ യു വിൽ ഹാവ് സംതിങ് കോൾഡ് ആസ് എ catch block. In catch block, you will say if such an exception occurs. നിങ്ങൾക്ക് അറിയാമല്ലോ ഈ എക്സെപ്ഷൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അങ്ങനെ എക്സെപ്ഷൻ വരുവാണെങ്കിൽ what you want to do, or you want to catch the exception and you want to do what do you want to do to process that exception. അതാണ് catch block. അപ്പം try block-ന്റെ സ്റ്റേറ്റ്മെന്റ്, catch block-ന്റെ സ്റ്റേറ്റ്മെന്റ്. Okay, so we'll see an example. So in try block contains set of statements where an exception can occur. നമുക്കറിയില്ല എക്സെപ്ഷൻ വരുമോ ഇല്ലയോ എന്ന്, പക്ഷെ അത് വരാം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ട്രൈ ബ്ലോക്കിനകത്ത് ഇടാം. Try block is always followed by a catch block which handles the exception that occurs in associated try block. So catch block will handle the exception, and try block must be followed by catch blocks or finally block or block. So catch blockലാണ് നമ്മൾ ഈ എക്സെപ്ഷൻ ക്യാച്ച് ചെയ്യുന്നത്, അതായത് എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ catch block എക്സിക്യൂട്ട് ആവും. And catch blockനകത്ത് we will write a program to in which we say what you want to do when that thing occurs. For example, try blockനകത്ത് divide by 0 വന്നു, അപ്പോൾ catch block catch ചെയ്തു. ആ catch blockനകത്ത് we will give a message to the user saying that you cannot divide by 0. A catch block is where you handle the exceptions, handling the catch block. This block must follow the try block, and a single try block can have several catch blocks. ഒരു ട്രൈ ബ്ലോക്കിന്റെ കൂടെ മൾട്ടിപ്പിൾ catch block പറ്റും, ബട്ട് catch block ഉണ്ടെങ്കിൽ there should be a try block. Different exceptions can be caught in different catch blocks. ഒരു ട്രൈ ബ്ലോക്കിനകത്ത് ചിലപ്പം 2 എക്സെപ്ഷൻ വരാം, അതായത് ഫോർ എക്സാമ്പിൾ എക്സെപ്ഷൻ might come divide by 0 or exception might come that array index of ports. ഇത് രണ്ടും വരാം ഒരു ട്രൈ ബ്ലോക്കിനകത്ത്. So you need to write a catch block for each. We'll see examples. When exception occurs in try block, the corresponding catch block that handles the particular exception executes. അപ്പോൾ ഏത് എക്സെപ്ഷൻ ആണോ വരുന്നത് അതനുസരിച്ച് catch block execute. We'll see this example. So you see there is a class defined called as Java exception example. ക്ലാസിന്റെ പേരാണ്. ഈ ക്ലാസ്സിനകത്ത് ഞാൻ മെയിൻ മെത്തേഡ് ഡിക്ലെയർ ചെയ്തിരിക്കും. ഓക്കെ, ഇനി ഈ മെയിൻ മെത്തേഡിനകത്ത് ഐ എം റൈറ്റിംഗ് എ കോഡ് വിച്ച് I have a intuition that there can be an exception. For example, in data is equal to 100 by 0. 100 by 0 എന്ന് പറയുന്നത് എക്സെപ്ഷൻ ആണ്. ഓക്കെ, എക്സാമ്പിളിന് വേണ്ടി എടുത്തതാണ്. So you create a try block. Inside try block you write your normal code. ഓക്കെ, ഈ കോഡിനകത്ത് എക്സെപ്ഷൻ വരാം. നമുക്കറിയാം ഈ കോഡിനകത്ത് അരിത്തമെറ്റിക് എക്സെപ്ഷൻ, ഈ ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് എൻ അരിത്തമെറ്റിക് എക്സെപ്ഷൻ ആണ്, because it is division by 0. So you write a catch block and say arithmetic exception, which is a keyword, is already defined Java, and E means end the arithmetic exception aanullana E specified. Then you write the code inside the catch block to say what to do if the exception occur that you defined
in arithmetic exception catch block. Okay, so in this case, you are just printing out what is exception. Okay, so ഇവിടെ ഈ ഒരു situation ഇപ്പം if you had like 100/2, then the catch block will not get executed because this is not an exception. But this 100/0 is an exception. അപ്പം ഇങ്ങനെ ഈ കോഡ് റൺ ചെയ്യുമ്പം it will run the code, it sees that there is a division by 0, so it will directly go to the catch block. In catch block, it will execute whatever is there inside the system. The arithmetic exception ആയതുകൊണ്ട് മാത്രമാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇത് array index of bound exception ആയിരുന്നെങ്കിൽ this will not execute this catch block because catch block is for arithmetic exception. So this is a try block. Then you write the code which can throw you an exception, which is 100/0. Then you write the catch block which will catch the exception, and the exception that you are catching is arithmetic exception, and then you print. So in this catch block you are saying that you are going to print the exception. That's all. You can have multiple catch blocks for one single try block. അതായത് ഈ സിംഗിൾ ട്രൈ ബ്ലോക്കിൽ ഇറ്റ് ക്യാൻ ഗീവ് ഡിവിഷൻ ബൈ 0, ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ്, ഇതെല്ലാം വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ you can create a catch block for each. For example, this catch block might be for arithmetic exception, and this catch block might be for index out of bounds, and so on. Okay, so we'll see an example. Again, you define a class called as sample multiple catch block. Inside the class, you have defined the main method. Now you define a try block. This try block, the first statement you are doing is you are creating an array. So here you are creating an array, and size of the array 5, which means I have A0, A1, A2, A3, and A4. So there is 1, 2, 3, 4, 5. So 5 size array is created. Now you cannot access A of 5 because array size is 5, and if you want to access the fifth element, you do A of 4. So this is not possible. This is array out of bound in exception. And you are also doing 30/0, which is an arithmetic exception. So you have two exceptions in this single statement. One is arithmetic exception, another is index array index out of bounds. ഈ രണ്ട് എക്സെപ്ഷനും ഈ സിംഗിൾ സ്റ്റേറ്റ്മെന്റിനകത്തുണ്ട്. Okay, so what you do is you define two catch blocks. The first catch block is for array arithmetic exception, and the second catch block is for array index out of bound exception. So when this statement executes, this arithmetic exception catch block is executed because there is a division by 0. Array index out of bound exception is also executed because you are accessing an index which is outside the bound of array. So there is a try block. There's a first catch block for arithmetic exception. There is a second catch block for array index out of bound exception. There is a third catch block for other exceptions, general. Now, in this statement, you are trying to access the value of at index 5. The maximum index of array A is 4. So this is array index out of bounds. So when you execute this, this catch block will be executed. And then there is a division by 0, 30/0. When you execute this arithmetic exception catch block will be executed. So it will print task 1 is completed and task 2 is completed when you run the code. So that is how you can have try block and multiple catch block. There is one more block called as finally. So you can have try block, catch block, and there is a finally block. Finally block contains all crucial statements that must be executed whether an exception occurs or not. Exception വന്നാലും ഇല്ലെങ്കിലും finally block execute ആവും. The statement present in this block will always execute. Okay, regardless an exception occurs in the try block or not, such as closing a connection string, etc.
It is used to handle an exception that is not caught by any of the previous catch statements. അപ്പം ഈ ട്രൈ ബ്ലോക്കിൽ എന്ത് എഴുതിയാലും ഇതിൽ എക്സെപ്ഷൻ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇറ്റ് വിൽ എക്സിക്യൂട്ട് ഫൈനലി ബ്ലോക്ക്. And finally block is also used if ഈ catch statement we don't might have caught the exception. അങ്ങനെയാണെങ്കിൽ the finally block will catch the exception. For example, again we have sample finally block class ഉണ്ടാക്കി, main method ഉണ്ട്, you have the try block, and then you say there is 55 by 5 divide ചെയ്തു, perfectly normal statement, then you print the data. Okay, now you have a catch block, there's a null pointer exception. Now this block, try block, will not throw you an exception because both statements are perfectly fine. So once it executes this, it will execute directly the finally statement. So finally statement, finally block is executed, will be printed, and remaining code will be printed. Okay, so try block is a perfect state, perfect code. You don't have any exceptions, so it will directly execute the finally block. It will not execute the catch block. Now coming to the end of the lecture, so throwing our own exception എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ പറഞ്ഞത് ജാവ ലാംഗ്വേജ് ഡിഫൈൻ ചെയ്ത എക്സെപ്ഷൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയ, ബട്ട് വി ക്യാൻ ഓൾസോ ത്രോ അവർ ഓൺ എക്സെപ്ഷൻ. The throw statement is used along with an exception type like arithmetic or index outbound secured exception to throw an exception. So we'll see an example. So throw new throwable subclass. Example, throw new arithmetic exception. എന്ന് പറയുന്ന എക്സാമ്പിൾ ഇതാണ്. ഇപ്പോൾ my class. ഈ my classനകത്ത് I have a main function and I call this function check age. Check age is a static function defined inside the class. So I can directly call this function without using any objects. So check age of 15 വിളിച്ചു, 15 വിളിച്ചപ്പം check age function will be called, 15 value will be passed to age. So now the value of age is equal to 15. Now inside I am checking if age is less than 15. Age 15 കുറവാണെങ്കിൽ I will throw an exception. It says throw new arithmetic exception below required age. അല്ലെങ്കിൽ I'll just print you are old enough. So here if you see there is no try and catch block. Instead we have defined our own exception which execute this statement. Okay, so you created our own exception using the throw keyword when there is an exception that you care about that is not defined in Java. Arithmetic exception throw ചെയ്തു, this is a custom arithmetic exception. So നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ഇങ്ങനെ വരും, എക്സെപ്ഷൻ ത്രെഡ് മെയിൻ ബിലോ റിക്വയർഡ് ഏജ്. അപ്പം ഈ ബിലോ റിക്വയർഡ് ഏജ് ബേസിക്കലി നമ്മൾ തന്നെ പ്രിന്റ് ചെയ്തതാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ ഓൾസോ ഷോ അറ്റ് വിച്ച് ലൈൻ നമ്പർ 4 ഓഫ് ചെക്ക് ഏജ്, ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഓൺ ലൈൻ നമ്പർ 11. ചെക്ക് ഏജ് വിളിച്ചത് 11th ലൈൻ നമ്പർ ആണ്. സോ യു വിൽ ഗെറ്റ് ഓൾ ദ ഡീറ്റെയിൽസ്. So that is about exceptions and handling of exceptions. You have some questions. Make sure you write the questions and answer them in your notebook and submit it once you come back. Okay, so I think that will end our discussion on try and catch block, and let's so yeah. So I think we are almost done with module 4. There is one more topic in module 4, which is threads, multi-threading programming. That will take next class, and I think by that we will finish our module 4, and then we will start with module 5. So module 5 I will not, is mostly fully theoretical part, and mostly Android and Android frameworks, activities, components, etc., etc. So we'll discuss module 5 starting next week. So make sure you watch all these videos of our lecture videos കാണുക, so that നിങ്ങൾ ഇപ്പം നോട്ട് ചെയ്തെടുക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും lecture videos കണ്ട് നോട്ട് ചെയ്തെടുക്കുക, because I might ask you to submit the notes once you are back, so that I
ഓക്കെ, ഹാൻഡ് റിട്ടൺ നോട്ട്സ് ആയിരിക്കണം നിങ്ങളുടെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഐ നോ ദാറ്റ് യു ആർ ലിസണിങ് ടു ദ ക്ലാസ്. സോ നോട്ട്സ് കിട്ടിയില്ലെങ്കിൽ ദെൻ ഐ വിൽ നീഡ് ടു ടേക്ക് സം അതർ ആക്ഷൻ. ഓക്കെ, ആൻഡ് സോ എനിബഡി ഹാവ് എനി ക്വസ്റ്റ്യൻസ്? എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ ആർക്കെങ്കിലും? Any questions? No? Okay, I think it's already 9:26.